നടി സ്നേഹ ശ്രീകുമാറിനെ വ്യക്തിപരമായി അധിക്ഷേപിച്ച കലാമണ്ഡലം സത്യഭാമയ്ക്കെതിരെ കടുത്ത വിമർശനമാണ് വിവിധ കോണുകളിൽ നിന്നും ഉയർന്നത്. ഫേസ്ബുക്കിൽ പങ്കുവച്ച വീഡിയോയിലാണ് സ്നേഹയുടെ ശാരീരിക പ്രത്യേകതകളെയും കുടുംബത്തെയും അധിക്ഷേപിച്ചുകൊണ്ട് സത്യഭാമ സംസാരിച്ചത്. ഇപ്പോഴിതാ സ്നേഹയെ അനുകൂലിച്ചും സത്യഭാമയെ പഞ്ഞിക്കിട്ടുകൊണ്ടും സീരിയൽ നടി സരിത ബാലകൃഷ്ണൻ പങ്കുവച്ച കുറിപ്പാണ് ശ്രദ്ധ നേടുന്നത്. സരിതയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: പ്രിയപ്പെട്ട സ്നേഹ, നീ ആകെ പെട്ടു. സദാചാരഭാമയെ നമ്മൾ ഒരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കരുത്. മറിച്ച് ഒരു അപൂർവ ഇനം ബയോ വെപ്പണായി സംരക്ഷിക്കണം. കാരണം ഇത്രയധികം വിഷം ഉള്ളിൽ വെച്ചിട്ടും സ്വന്തം ശരീരം നീലനിറമാവാത്ത ലോകത്തെ ഏക അത്ഭുതമാണിവർ. ശിവൻ പോലും വിഷം കഴുത്തിലാണ് നിർത്തിയത്. ഇവരത് തലച്ചോറിലാണ് സൂക്ഷിക്കുന്നത്. അതാണ് ഹൈലൈറ്റ്. എൻ്റെ പൊന്നു സ്നേഹേ, നീ ആലോചിച്ചു നോക്കിയേ. സദാചാരഭാമയുടെ സൗന്ദര്യ സങ്കല്പത്തിൽ നീ സൂപ്പറാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ നിന്റെ അവസ്ഥ എന്തായേനെ? നാട്ടുകാർ നിന്നെ കല്ലെറിഞ്ഞേനെ. കാരണം സദാചാരഭാമയ്ക്ക് ഇഷ്ടപ്പെടുക എന്ന് വെച്ചാൽ നീയൊരു സർട്ടിഫൈഡ് ദുരന്തമാണെന്നാണ് അർത്ഥം. അതുകൊണ്ട് അവർ നിന്നെ കളിയാക്കിയത് നീ ഹ്യൂമൻ ബീയിങ് ക്വാളിറ്റി ടെസ്റ്റ് പാസ്സായതിൻ്റെ സർട്ടിഫിക്കറ്റാണ്. പിന്നെ ഈ പിണ്ടോദരി വിളി ശരിക്കും കഴിവുള്ളവരെ കാണുമ്പോൾ ചിലർക്ക് തോന്നുന്ന ഒരുതരം അപകർഷതാ ബോധമാണത്. സദാചാരഭാമയുടെ കണ്ണിൽ മോഹിനിയാട്ടം കളിക്കാൻ വേണ്ട യോഗ്യത ടാലന്റ് അല്ല, എക്സ്റേ എടുത്താൽ എല്ല് മാത്രമേ കാണാവൂ എന്നതാണ്. അതുകൊണ്ട് ഈ വിഷയം വിട്ടേക്ക്. കൃഷിയിടത്തിൽ കീടങ്ങളെ ഓടിക്കുവാൻ സദാചാരഭാമയുടെ ഫോട്ടോ വെക്കുന്നതിനെ പറ്റി കാർഷിക സർവകലാശാല ആലോചിക്കുന്നുണ്ട്. നിനക്ക് കിട്ടിയ ഈ നെഗറ്റീവ് പബ്ലിസിറ്റി വെച്ച് നമുക്കൊരു പാർട്ടി നടത്താം. യഥാർത്ഥത്തിൽ കേരളത്തിലെ ഏറ്റവും മികച്ച സോഷ്യൽ മീഡിയ PR ഏജൻസി നടത്തുന്നത് ഈ സദാചാരഭാമയാണ്. പക്ഷേ ആ ക്രെഡിറ്റ് അവർ എടുക്കാറില്ല കേട്ടോ. നോക്കൂ, ആദ്യം അവർ RLV രാമകൃഷ്ണനെ ഒന്ന് കറുപ്പ് എന്ന് വിളിച്ചു. അതോടെ പുള്ളിക്ക് കിട്ടിയത് ലോകം മുഴുവൻ സ്റ്റേജുകളും ജനപിന്തുണയും. ഇപ്പോൾ നിന്നെ പിണ്ടോദരി എന്ന് വിളിച്ചു. അതോടെ നിനക്ക് കിട്ടുന്ന റീച്ചും സപ്പോർട്ടും നോക്കിയേ. സ്വന്തം ഇമേജ് കത്തിച്ചു കളഞ്ഞും മറ്റുള്ളവരെ സ്റ്റാർ ആക്കുന്ന ആ ത്യാഗ മനോഭാവം, അതിനെയാണ് നമ്മൾ സംസ്കാരം എന്ന് വിളിക്കേണ്ടത്. മറ്റുള്ളവർക്ക് നന്മ വരാൻ വേണ്ടി സ്വയം വിഷം കുടിക്കുന്ന പരമശിവനൊക്കെ കഴിഞ്ഞാൽ പിന്നെ സദാചാരഭാമയേയുള്ളൂ. അവരുടെ അടുത്ത് നിന്ന് ഒന്ന് ചീത്ത കേൾക്കാൻ വേണ്ടി ക്യൂ നിൽക്കേണ്ട അവസ്ഥയാണ് ഇനി വരാൻ പോകുന്നത്. എന്നെ ഒന്ന് ബോഡി ഷേമിംഗ് നടത്താമോ, എൻ്റെ ഇൻസ്റ്റഗ്രാം റീച്ച് കുറവാണ് എന്ന് ചോദിച്ച് ഇൻഫ്ലുവൻസേഴ്സ് സദാചാരഭാമയുടെ വീടിന് മുന്നിൽ ടെൻ്റ് അടിക്കുന്ന കാലം വിദൂരമല്ല. അതുകൊണ്ട് സ്നേഹേ, നീ ആ പിണ്ടോദരി പട്ടം ഒരു ഗ്രാമി അവാർഡ് പോലെ നെഞ്ചോട് ചേർക്കുക. കാരണം സദാചാരഭാമ വെറുക്കുന്നവരാണ് വിജയിക്കുക എന്നാണ് സരിത ബാലകൃഷ്ണൻ കുറിച്ചത്. മുൻപ് സത്യഭാമയും RLV രാമകൃഷ്ണനും തമ്മിലുള്ള വിവാദത്തിൽ രാമകൃഷ്ണനെ പിന്തുണച്ച് സ്നേഹ പറഞ്ഞ വാക്കുകൾ ഏറെ ചർച്ചയായിരുന്നു. ഇതേ തുടർന്നാണ് സ്നേഹ ശ്രീകുമാറിനെതിരെയും വ്യക്തിപരമായ അധിക്ഷേപങ്ങളുമായി സത്യഭാമ രംഗത്ത് വരുന്നത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.